അല്പം വിചിത്രമാണ്. അത് ഒരു ഇൻ്റർനാഷണൽ ക്രൈമാണ്. കാരണം ഫേക്കായിട്ടുള്ള ഡോളർ പ്രിൻ്റ് ചെയ്ത് ഹോട്ടലുകളിൽ നടക്കുന്ന ഡാൻസ് ക്ലബിന് കൊടുക്കുന്ന ഒരു കേസാണ്. ഇതിൽ പേപ്പർ കട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഡോളർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഡൈസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഏകദേശം ഇപ്പോൾ എല്ലാവരും പിടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരു ശിക്ഷ കിടക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ക്രൈമിന് കൂട്ടു നിൽക്കുന്ന വർക്കുകൾ നമ്മൾ ചെയ്യാതിരിക്കുക. പേപ്പർ കട്ട് ചെയ്ത് കൊടുത്ത ആൾക്ക് പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. കാരണം അവർ പറയുന്നത് ഈ കൊണ്ടുവന്ന പേപ്പർ നോർമൽ പേപ്പറായിരുന്നു അത്ര, കണ്ടാൽ നമുക്കറിയില്ല അത്ര. അത് കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോഴാണ് ഇത്ര ഈ ഡോളറായിട്ട് മാറുള്ളൂ. എന്നിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ ഡോളർ ആവുള്ളൂ. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വരാത്ത ജോബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ഹിഡൻ ഐഡിയകൾ ഉണ്ടായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും അതെല്ലാം കേസായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു വർക്ക് എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും പ്രോപ്പറായിട്ടുള്ള LPOs, ഇൻവോയ്സ്, ഡോക്യുമെൻറ്റേഷൻ കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളൊരു ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ഇത്തരം കേസിൽ ഇൻവോൾവ് ആകാനും നമ്മുടെ ലൈഫ് തന്നെ ഇതോടുകൂടി തീർന്നു പോകാനും സാധ്യതകളുണ്ട്.